ഇത് കണ്ട ഇവർ 3 പേരാണ് ഇപ്പോൾ ഞങ്ങളുടെ ഈ ഏരിയയിൽ വന്നിരിക്കുന്നത്. ചേട്ടൻ്റെ പേര് പറഞ്ഞു ചേട്ടാ. അപ്പുക്കുട്ടൻ ചേട്ടൻ. ഓക്കെ. വേലായുധൻ ചേട്ടൻ. അടുത്ത് മറ്റേ അങ്ങ് അപ്പുറം നിൽക്കുന്നത് രാജൻ ചേട്ടൻ. ഇവർ 3 പേരാണ് ഇന്ന് വന്നേക്കുന്നത്. അത് വേസ്റ്റ് എടുക്കാൻ വരാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തതിന് വേസ്റ്റ് കൊണ്ടുപോകുന്ന ഫുഡ് വേസ്റ്റ് അല്ല, മറ്റേ പ്ലാസ്റ്റിക്. അറിയില്ല, ഞാനിവിടെ കൊണ്ടുവച്ച അവരെടുത്തില്ലല്ലോ. അതെയോ? ഓക്കെ. പിന്നെ ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾക്ക് ഈ ശമ്പളം വർദ്ധിച്ചില്ലേ? അപ്പോൾ അതിനെക്കുറിച്ചൊരു അഭിപ്രായം പറഞ്ഞു. ഗവൺമെൻറ്റിനോട് എന്താ പറയാനുള്ളതെന്ന് വെച്ചാൽ പറഞ്ഞോ. കഴിഞ്ഞ പ്രാവശ്യത്തിൽ ഇച്ചിരി കൂട്ടി 369 രൂപ. 300. കഴിഞ്ഞ പ്രാവശ്യം എത്രയായിരുന്നു അപ്പം? 330. അപ്പോൾ ഇനിയിപ്പം നിങ്ങളുടെ ആഗ്രഹം എൻ്റെ മുമ്പോട്ടേക്ക് നിങ്ങൾ എത്ര വരെ പ്രതീക്ഷിക്കുന്നത്? ഇനിയും കൂടുതൽ എത്ര വരെ പോകാമെന്നുള്ള ഒരു 400 വരെ ഞങ്ങൾക്ക് പ്രതീക്ഷയുണ്ട്. 400 വരെ. അതായത് എത്ര വർക്ക് അപ്പോൾ ചെയ്യണം? ഇപ്പോൾ ഞങ്ങൾ 18 അല്ല അങ്ങനല്ല, ഒരു വർഷത്തിൽ എത്ര വർക്ക് ചെയ്യണം? ഒരു വർഷത്തിൽ നേരത്തെ ഞങ്ങൾക്ക് 48 വെച്ചിരുന്നു. അപ്പോൾ 3 മാസം എത്തുമ്പോൾ 12 വെച്ച്. അപ്പോൾ 4 പ്രാവശ്യമാകുമ്പോൾ 48 വെച്ചിരുന്നു നേരത്തൊക്കെ. ഓക്കെ. ഇപ്പോൾ ഇടയ്ക്ക് കൂടി വരും, ചിലപ്പോൾ കുറഞ്ഞു വരും. ഇപ്പോൾ 18 വെച്ച് എടുക്കുന്നുണ്ട്. 18 വെച്ച് ഒരു വർഷത്തിലോ? ഒരു പ്രാവശ്യത്തെ വർക്ക്. അപ്പോൾ ആദ്യം കിട്ടിയ പൈസ എത്ര? 200? എത്രയായിരുന്നു? 335-36. ഇപ്പോൾ അയക്കുന്നത് 369. അപ്പോൾ അവർ വർഷം കയറ്റുന്നുണ്ടോ? നമ്മുടെ പിണറായി സർക്കാരിനോട് എന്താ പറയാനുള്ളത് പറഞ്ഞു? സാറേ ഞങ്ങൾക്ക് 400 രൂപ ഈ ഇലക്ഷന് മുമ്പ് തരാൻ പറയണോ? 500. പിണറായി സഖാവ് സാറേ ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ മുഖ്യമന്ത്രിയോട് പറയാണ്, എല്ലാവർക്കും ഈ വർഷം 2025 500 തൊഴിലുറപ്പുകാർക്ക് വേണമെന്നാണ് പറയുന്നത്. ടാക്സ് വാങ്ങുന്നുണ്ട് ജനങ്ങളിൽ നിന്ന്, അതെല്ലാം ഉപയോഗിച്ചുകൊണ്ട് ദയവായിട്ട് ഇവരുടെ ഈ കഷ്ടപ്പാടിനുള്ള ശമ്പളം അവർക്ക് കൊടുക്കുക. വയസ്സാം കാലത്ത് അവരുടെ ഒരു രക്ഷയാണ് ഇപ്പം ഈ കൊടുത്തുകൊണ്ടിരിക്കുന്ന തൊഴിലുറപ്പുകാർക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്ന ഈ പൈസ. അപ്പോൾ അവരെ ആ വിധത്തിൽ സംരക്ഷിക്കേണ്ട ഗവൺമെൻറ്റിൻ്റെ ഒരു കടമയാണ്. അത് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഈ പ്രാവശ്യവും പാർട്ടിക്ക് വേണ്ടി പാർട്ടിയുടെ ആൾക്കാർ തന്നെയാണിത്. അപ്പോൾ അവർ തന്നെയാണ് പറഞ്ഞത് സർക്കാർ ഞങ്ങൾക്ക് 500 രൂപ തരണം എന്ന് സഖാവിനോട് പറയണമെന്ന്. അപ്പോൾ അങ്ങനെയാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ചേട്ടന്മാർ. ഇതുപോലെ നമ്മുടെ കേരളത്തിൽ ഒരുപാട് തൊഴിലുറപ്പ് ചേട്ടന്മാർ വർക്ക് ചെയ്യുന്നുണ്ട്. അവരുടെയൊക്കെ പ്രതീക്ഷ ഫ്യൂച്ചറിലേക്ക് അവർക്ക് 500 കിട്ടുമെന്നാണ്. 2025 അവർക്ക് 500 കിട്ടുമെന്നാണ്. എന്തായാലും എത്രയും പെട്ടെന്ന് സംഭവിക്കട്ടെ. ഇത് മുഖ്യമന്ത്രി